ആലപ്പുഴ കളർകോട് ചങ്ങനാശ്ശേരി ജംഗ്ഷനിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 4 എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷാം എത്തിച്ചേരുന്നുണ്ട്. മനീഷ്, ഈ മരണസംഖ്യ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ഗൗതം, വേദനാജനകമായ വാർത്തയാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരുന്ന വിവരം. ആ 3 പേരും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയതായിട്ടുള്ള വാർത്ത. അതായത് ഇന്ന് രാത്രിയോടുകൂടി നടന്ന അപകടത്തിൽ കായംകുളത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും അതുപോലെ തന്നെ വണ്ടാനത്ത് നിന്ന് വൈറ്റിലേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ കാറിൽ യാത്ര ചെയ്തത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു. ഇവർ 7 പേരടങ്ങുന്ന ഒരു സംഘമാണ് വാഹനത്തിൽ ഈ കാറിൽ യാത്ര ചെയ്തിരുന്നത്. ഈ KSRTCയുമായി കൂട്ടിയിടിച്ചപ്പോൾ നിന്ന് ഇവർക്ക് 7 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ 4 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. 3 പേർക്ക് കൂടി ഗുരുതരമായ പരിക്ക് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞിരുന്നത് 3 പേർക്ക് സാരമായ പരിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ 3 പേർക്കും ഗുരുതരമായ പരിക്കുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ വേദനിപ്പിക്കുന്ന വാർത്തകൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്നാലും KSRTC ബസ്സിലുള്ളവർക്ക് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരം, അതായത് അപകടം സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ മരിച്ച വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. ഗൗതം, മനീഷ്, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നതനുസരിച്ച് അവിടെ രക്ഷാപ്രവർത്തനം കൃത്യമായ സമയത്ത് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാമോ? ഗൗതം, അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കാനും കഴിഞ്ഞു. പക്ഷേ ഇടിയുടെ ആഘാതത്തിൽ സാരമായ പരിക്കാണ് 7 പേർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഈ ഇടിയുടെ ആഘാതത്തിലാണ് ഇവർക്ക് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയതോ അല്ലെങ്കിൽ ആശുപത്രിയിൽ ഇവരെ എത്തിക്കാൻ വൈകിയതോ ഒന്നുമായിരുന്നില്ല. കാരണം മറിച്ച് ഈ അപകടത്തിന്റെ ഒരു ആഴം കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മരണത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ആലപ്പുഴയിൽ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ മഴയുണ്ട്. ഈ മഴയുടെ പശ്ചാത്തലത്തിൽ തന്നെ റോഡിലെല്ലാം തന്നെ തെന്നത്ത അടക്കമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളൊക്കെ, അതായത് ഈ മഴയുമായി ബന്ധപ്പെട്ട കാരണങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു കാര്യമായ ഒരു അപകടമാണ് ഉണ്ടായത്. KSRTC ബസ്സിൽ ടവേര എന്ന മോഡലുള്ള കാറാണ് ഇടിച്ചത്. ഇതൊരു അതിഭീകരമായ രീതിയിലുള്ള ഒരു ഇടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന 7 പേർക്കും സാരമായ ഒരു പരിക്കിലേക്ക് കാര്യങ്ങൾ മാറിയതും ഇതിലിപ്പോൾ ഒരു 4 പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ യഥാസമയം നടന്നെങ്കിലും ഈ ഒരു അപകടത്തിന്റെ ആഴം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മരണസംഖ്യയിലേക്ക് ഉയരാൻ ഒരു കാരണമെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഗൗതം, മനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയുമൊക്കെ ആലപ്പുഴയിൽ നിന്നും പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ റോഡ് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട്, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പണികൾ നടക്കുന്നതിനിടയിൽ അപകട വാർത്തകൾ നിരവധി വന്നിരുന്നു. ഒപ്പം തന്നെ ഈ ശക്തമായ മഴ, അത് സംബന്ധിച്ചപ്പോൾ മനീഷ് പങ്കുവയ്ക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തന്നെ ഈ മഴ ഒരു വില്ലനായി മാറുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഈ അപകടത്തിലേക്ക് നയിച്ചിട്ടുണ്ടാകുമെന്നല്ലേ നമുക്ക് പ്രാഥമിക ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക? ഗൗതം, ദേശീയപാതയിലാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ദേശീയപാതയിലല്ല. അതുകൊണ്ട് തന്നെ ദേശീയപാത നിർമ്മാണവും ഈ അപകടവുമായി തമ്മിൽ ഇപ്പോൾ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല. ഈ റോഡ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്നതാണ്. അതായത് കളർകോട് ജംഗ്ഷനിൽ നിന്ന് കളർകോട് ജംഗ്ഷനോട് തൊട്ട് തന്നെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് തിരിയുന്ന വഴിയാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ കായംകുളം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ഒക്കെ ഈ തിരിയുന്നത് ഈ ഒരു ജംഗ്ഷനിൽ വെച്ചാണ്. ഈ ജംഗ്ഷൻ ഒരു 3 റോഡുകൾ ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ റോഡിന്റെ നിലവാരം വളരെ മികച്ചത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ റോഡ് മോശമായിരിക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഈ ചങ്ങനാശ്ശേരി മുക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്തില്ല. പക്ഷേ ഇതൊരു 3 റോഡുകൾ ഒരുമിക്കുന്ന ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ സിഗ്നലും ഉള്ളതാണ്. പക്ഷേ എന്തായിരുന്നു ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരുത്താൻ കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയോ അല്ലെങ്കിൽ ദേശീയപാതയുടെ നിർമ്മാണമൊന്നുമല്ല ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അത് എന്താണ് എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് വരും നിമിഷങ്ങളിൽ മാത്രമേ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞ് ശക്തമായ രീതിയിലുള്ള മഴ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒരു പക്ഷേ ഈ മഴയത്ത് ബ്രേക്ക്
ബ്രേക്ക് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ വേഗതയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളാണോ ഇതിലേക്ക് നയിച്ചെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഈ ഒരു നിമിഷം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഉണ്ടായതൊരു വലിയ അപകടമാണ്. ഈ അപകടത്തിൽ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിട്ടുള്ള 4 പേരാണ് മരിച്ചതെന്ന കാര്യവും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് ഗൗതം. മനീഷ്, മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികളാണ് സഞ്ചരിച്ചിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവർ വയറ്റിലേക്ക് പോവുകയായിരുന്നു എന്നും മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിൽ എറണാകുളത്തേക്ക് ഉള്ള യാത്രക്കിടെയാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിച്ചിരുന്നോ? ഇവർ എന്താവശ്യത്തിനാണ് സഞ്ചരിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ആശുപത്രിയിൽ നിന്ന് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? ഗൗതം, അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ ഏഴംഗ സംഘം, ഈ കാറിൽ സഞ്ചരിച്ച ഏഴംഗ സംഘം പോയിരുന്നത് വൈറ്റിലയിലേക്കാണ്. ഇവർ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവരെന്ത് ആവശ്യത്തിനാണ് പോയത്, ഇത് ആരൊക്കെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനിയും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് ലഭ്യമായ വിവരമാണ് 4 പേർ മരിച്ചു എന്നുള്ളതും ബാക്കിയുള്ള 3 പേർ, അതായത് ഇവർ 7 പേരാണ് സഞ്ചരിച്ചതിൽ 4 പേര് മരിച്ചു, 3 പേരുടെ നില ഗുരുതരം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സ്ഥിരീകരിക്കാൻ കഴിയുക. ഗൗതം. ശരി, മനീഷ് ആണ് ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്.